ഇമ്മിഗ്രൻസ് അഥവാ കുടിയേറ്റക്കാർ വന്നില്ലെങ്കിൽ അമേരിക്കയ്ക്ക് എന്ത് സംഭവിക്കുന്നുള്ളതിൻ്റെ സൂചന നൽകുന്ന ഒരു ചിത്രം ഇന്ന് വൈറ്റ് ഹൗസിൽ നിന്ന് വരികയുണ്ടായി. മറ്റൊന്നുമല്ല, ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 സ്വർണവും പിന്നെ അമേരിക്കയിൽ നിന്നുള്ള കുട്ടികൾ നേടി. പാരീസിൽ വെച്ചായിരുന്നു അതിൻ്റെ മത്സരം. അപ്പോൾ ആഗോളതലത്തിൽ വലിയ മികവ് പുലർത്തിയ വലിയ നേട്ടം കൈവരിക്കുകയാണ് ചെയ്തത്. അവർക്കെല്ലാം വൈറ്റ് ഹൗസിൽ സ്വീകരണം നൽകി. പ്രസിഡന്റ് ട്രംപിൻ്റെ പിന്നിൽ അവരെല്ലാം നിൽക്കുന്ന ആ 5 പേര് നിൽക്കുന്ന ഫോട്ടോ ഇന്ന് വൈറ്റ് ഹൗസ് പ്രസിദ്ധീകരിച്ചു, എല്ലാ മാധ്യമങ്ങളിലും വരികയും ചെയ്തു. പക്ഷേ അതിന് വന്ന കമൻറ്റുകളാണ് ശ്രദ്ധേയം. കമൻറ്റിൽ പറയുന്നത് ആ കുട്ടികളിൽ ഒരാൾ ഇന്ത്യക്കാരനാണ്, വളരെ അഭിമാനകരം. 3 പേര് ചൈനക്കാരാണ്, 4 പേരായി. ഒരാൾ റഷ്യക്കാരനാണ്. അമേരിക്കക്കാരായുള്ള ആളുകൾ ആരുമില്ല. അപ്പോൾ ഇവരെല്ലാം ഇവരെല്ലാം 2ാം തലമുറ കുടിയേറ്റക്കാർ, അതായത് കുടിയേറ്റക്കാരുടെ മക്കളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ജനിച്ചു വളർന്നവരായിരിക്കാം, പക്ഷേ എന്നാൽ കൂടി ഇവരുടെ മാതാപിതാക്കളൊക്കെ ഏതെങ്കിലും രാജ്യത്തു നിന്ന് വന്നവരാണ്. അപ്പോൾ അവരാണ് ഈ വലിയ നേട്ടം കൈവരിച്ചത്. അപ്പോൾ ഇവരാണ് നാളെ ശാസ്ത്രജ്ഞന്മാരായും വലിയ ഡോക്ടർമാരായും അല്ല അതുപോലെയുള്ള പ്രഗത്ഭ വ്യക്തികളായിട്ട് അമേരിക്കയെ നയിക്കേണ്ട ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ വന്നില്ലെങ്കിൽ അമേരിക്കയുടെ സ്ഥിതി എന്താവും? അപ്പോൾ അമേരിക്കയിൽ പഠിക്കുന്ന പിള്ളേർക്ക് അവസരം കിട്ടുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവസരത്തിൻ്റെ കുറവൊന്നുമില്ല, പക്ഷേ അവർക്ക് മികവ് കാണിക്കാനാവുന്നില്ല. അപ്പോൾ ആ ഒരു സത്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമിഗ്രൻസ് ഈ രാജ്യത്തിന് വലിയ ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഈ അതിർത്തി തുറന്നിടുന്നതിനോട് നമുക്ക് ആർക്കും താല്പര്യമില്ല. അനിയന്ത്രിതമായിട്ട് ആർക്കും വന്നു പോകാം. ഇതെന്താ സത്രമോ വഴിയമ്പലമോ ഒന്നും അല്ലല്ലോ എന്ന് തന്നെയാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ ലീഗലായ ഇമിഗ്രേഷനെതിരെ ഒരു പോരാട്ടം നടത്തുന്നത് അമേരിക്കയ്ക്ക് നല്ലതാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഈ കുടിയേറ്റക്കാർക്കെതിരെയുള്ള ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്നത് ഈ വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലറാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ ഒരു തലമുറ മുമ്പ് അമേരിക്കയിൽ കുടിയേറിയതാണ്. അദ്ദേഹം യഹൂദ വംശജനാണ്. അപ്പോൾ ഈ കുടിയേറ്റക്കാർക്കെതിരെ അങ്ങനെ പ്രത്യേകിച്ച് ലീഗലായിട്ടുള്ള ആളുകൾക്കെതിരെ ഇത്ര ക്രൂരമായ നടപടികളൊന്നും ഒരാവശ്യമില്ല. അത് ക്രൂരമായ നടപടികൾ എന്താണെന്ന് ഇന്ന് നമ്മൾ വായിക്കുകയുണ്ടായി. ഒരു സിഖ് മുത്തശ്ശി 73 വയസ്സ്. അപ്പോൾ അവർ അമേരിക്കയിൽ വന്നിട്ട് 33-34 വർഷമായി. അപ്പോൾ ആ 34 വർഷം മുമ്പ്, അതായത് 1990s ആ കാലഘട്ടത്തിൽ ഈ സിഖുകാരാണ്. ഹർജിത് കൗർ. അപ്പോൾ സിഖുകാരെല്ലാം വന്നുകൊണ്ടിരുന്നത് ഇന്ത്യയിൽ അവർ പീഡിപ്പിക്കപ്പെടുന്നു. ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം, അതായത് സുവർണ ക്ഷേത്രം ആക്രമിച്ചതിന് ശേഷം ഒട്ടേറെ ഈ ഖലിസ്ഥാൻവാദികളും ഭിന്ദ്രൻവാലയൊക്കെ അനുകൂലിച്ചിരുന്നത് അവിടെ ഇന്ത്യയിൽ പീഡനമാണെന്നും പറഞ്ഞ് അമേരിക്കയിലേക്ക് മുങ്ങി. അവരെല്ലാം അഭയം തേടി. അമേരിക്കയിൽ അഭയം തേടി ഒത്തിരി പേർക്ക് അമേരിക്ക അഭയം കൊടുക്കുകയും ചെയ്തു. ആ കാലത്ത് ഒരു സിഖ് വിരോധം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ, ഇല്ലെന്ന് നമ്മൾ പറയേണ്ടതില്ല. സിഖുകാരുടെ കൂട്ടക്കൊല നമുക്കറിയാം. ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം സിഖുകാരെ രാജ്യമെങ്ങും കൂട്ടക്കൊല ചെയ്തത്, ഡൽഹിയിൽ മാത്രം 30,000 പേരെ കൂട്ടക്കൊല ചെയ്തു എന്നാണ് പറയുന്നത്. കേരളത്തിൽ നിന്നൊക്കെ ഈ ട്രെയിനിൽ കയറി പോയവരെ പോലും പലയിടത്തും വെച്ച് കൊല്ലുകയാണ് ചെയ്തത്. സിഖുകാരാണെങ്കിൽ സിഖുകാരെ കണ്ടാൽ തിരിച്ചറിയാം, അവരുടെ താടിയും മുടിയൊക്കെ കണ്ടാൽ തിരിച്ചറിയാം. നിഷ്പ്രയാസം അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊല്ലാനാവും. അങ്ങനെയുള്ള പീഡനം അവർക്കെതിരെ നടന്നിട്ടുണ്ട്. സത്യമായിട്ടുള്ള കാര്യമാണ്. ആ കാലത്ത് അഭയം തേടി ഇവിടെ വന്നു ധാരാളം പേർക്ക് അഭയം കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ള ആ കാലത്ത് വന്നവരാണ് ഇവരും. 93-ലോ 92-ലോ എന്തോ വന്നതാണ് അഭയത്തിന് അപേക്ഷ കൊടുത്തു. സാമാന്യ നിലയിൽ കിട്ടേണ്ടതാണ്, എന്തുകൊണ്ടും അവർക്ക് കിട്ടിയില്ല. 2012-ലാണ് കോടതിയുടെ അന്തിമ വിധി വരുന്നത് ഇവർക്ക് അഭയം കൊടുക്കില്ല എന്ന്. അപ്പോൾ ആ സമയത്ത് എന്നാൽ തിരിച്ചു പോകാനായിട്ട്, ഇന്ത്യയിലേക്ക് പോകാനായിട്ട് ഇന്ത്യൻ കോൺസുലേറ്റിൽ നോക്കുമ്പോൾ ഇവരുടെ പേപ്പറുകളൊന്നുമില്ല. ഈ അഭയം തേടി വരുന്നവർ ആദ്യം ചെയ്യുന്നത് അവരുടെ പാസ്പോർട്ട് നശിപ്പിച്ച് കളയുക, ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ രേഖകളും നശിപ്പിച്ച് കളയുക, ഇതൊക്കെയാണ് അവരുടെ പരിപാടി. അപ്പം രേഖകളൊന്നും കോൺസുലേറ്റിലില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ അഭയം തേടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്ത്യയിൽ പീഡനമാണെന്നൊക്കെ പറഞ്ഞ് വേറൊരു രാജ്യത്ത് അഭയം തേടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ത്യൻ പാസ്പോർട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ട്രാവൽ രേഖ കൊടുക്കില്ല എന്നുള്ളൊരു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു നയമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് ഇന്ത്യയിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഇന്ത്യ ഏറ്റെടുക്കില്ല, ഇന്ത്യയുടെ രേഖകളൊന്നുമില്ല. അതുകൊണ്ട് അവർ അമേരിക്കയെ തുടർന്നു. ഈ എല്ലാ വർഷവും ICEയിൽ പോയി റിപ്പോർട്ട് ചെയ്യും എല്ലാവരും. അങ്ങനെ അവർ തുടർന്നു പോകുന്നു. അവരുടെ മക്കളൊക്കെ അമേരിക്കൻ പൗരന്മാരും ഇവിടെയെല്ലാം വെൽ സെറ്റിൽഡ്. 73 വയസ്സുമുണ്ട്. അപ്പോഴാണ് പലവിധ അസുഖങ്ങളും. അപ്പോഴാണ് ഇപ്രാവശ്യം ചെന്നപ്പോൾ ICEക്കാർ അവരെ പിടിച്ചു വെച്ചു, അവരെ ജയിലിലാക്കി. അവർക്ക് ഈ വെജിറ്റേറിയനാണ് അവർക്ക് വെജിറ്റേറിയൻ ഭക്ഷണം ലഭ്യമാക്കിയില്ല. അതുപോലെ തന്നെ ഇവരുടെ മരുന്നുകളും മറ്റും ഒന്നും സമയത്തിന് കിട്ടാത്ത അവസ്ഥ വന്നു. ഒരുപാട് പേരെ ഉള്ള തടവറകളിലൊക്കെ വെച്ചു. അവരെ കാലിഫോർണിയയിൽ നിന്ന്
ജോർജിയയിലെ തടവറയിലേക്ക് മാറ്റിയപ്പോൾ അത് വീട്ടുകാരെയോ അവരുടെ വക്കീലിനെയോ ഒന്നും അറിയിച്ചില്ല. എന്ന് മാത്രമല്ല, ഒടുവിൽ ഇവരെ ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് പിന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ചാർട്ടർ ഫ്ലൈറ്റിൽ കൊണ്ടുപോകണമെങ്കിൽ എത്രയോ രൂപ ചിലവാകും. പിന്നെ അപ്പോൾ വീട്ടുകാർ ആവശ്യപ്പെട്ടത് അവരെ സാധാരണ ഫ്ലൈറ്റിൽ വിടണം, ഞങ്ങൾക്ക് അവസാനമായിട്ടൊന്ന് കാണാനായിട്ട് 2 മണിക്കൂർ കാണാനുള്ള അവസരം ഒരുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ട് പോലും അതൊക്കെ നിരസിച്ചു. അപ്പോൾ ഈ ചാർട്ടർ ഫ്ലൈറ്റിലൊക്കെ പിന്നെ ചങ്ങലയിട്ടോ വിലങ്ങിട്ടോ ഒക്കെയാണ് കൊണ്ടുപോയത് ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീയെ. അപ്പം ഇത് വാസ്തവം പറഞ്ഞാൽ നമ്മളെയൊക്കെ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇതുകൊണ്ട് അമേരിക്ക എന്ത് നേടി? ഈ 73 വയസ്സുള്ള അവരെ ഇങ്ങനെ ക്രൂരമായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടതുകൊണ്ട് അമേരിക്കയ്ക്ക് വല്ലതും കിട്ടിയോ? വാസ്തവം പറഞ്ഞാൽ എന്ന് മാത്രമല്ല, എത്രയോ ഡോളർ ചിലവായി ഇവരെ പറഞ്ഞു വിടുന്നതിനും ചാർട്ടർ ഫ്ലൈറ്റും മറ്റും. ആ പണം വേറെ എന്തെല്ലാം കാര്യത്തിന് ഉപകരിക്കാമായിരുന്നു. അപ്പോൾ ഈ ഇല്ലീഗൽ ഇമിഗ്രേഷൻ നിർത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഈ നിർദോഷമായ കാര്യങ്ങൾ ഇവരിവിടെ കഴിഞ്ഞതുകൊണ്ട് ആർക്കും ഒരു ദോഷമില്ല, ഒരു കുറ്റകൃത്യത്തിലും അവർ പങ്കാളിയായിട്ടില്ല, അവരെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവമില്ല, സർക്കാരിനോ നാട്ടുകാർക്കോ ഒന്നും. അങ്ങനെയുള്ളവരെ പറഞ്ഞു വിട്ടിട്ട് എന്താണ് കാര്യം ഇരിക്കുന്നത്? ഈ രാജ്യത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ രാജ്യവുമായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുള്ളവരെ പറഞ്ഞു വിട്ടിട്ട് എന്താണ് കാര്യം? കഴിഞ്ഞ ദിവസം വേറൊരെണ്ണം ന്യൂയോർക്ക് ടൈംസിൽ വായിക്കുകയുണ്ടായി. ഈ മെക്സിക്കോയിൽ നിന്ന് വന്ന ഒരാൾ, അയാൾ 30-35 വർഷം മുമ്പ് വന്നു. അപ്പോൾ അയാളുടെ ഭാര്യ അമേരിക്കൻ സിറ്റിസനാണ്, മക്കൾ പിന്നെ ഒരാൾ അമേരിക്കൻ സിറ്റിസനാണെന്ന് തോന്നുന്നു. പിന്നെ ഈ മക്കൾ 3 പേരും മറീൻസാണ്, മറീനിൽ സേവനമനുഷ്ഠിക്കുന്നവരാണ്, സൈന്യത്തിൽ, അമേരിക്കൻ സൈന്യത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പറഞ്ഞു വിട്ടിട്ട് യാതൊരു കുറ്റകൃത്യങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ആളല്ല. അങ്ങനെ ഒരാളെ പറഞ്ഞു വിട്ടിട്ട് അമേരിക്കയ്ക്ക് എന്താണ് നേട്ടം ഇരിക്കുന്നത്? അങ്ങനെയുള്ള മക്കൾക്കും ബന്ധുക്കൾക്കും അമേരിക്കക്കാരായ ആളുകൾക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രൂരമായ ഒരു നടപടികൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ, ഇവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്നവർ, ടാക്സ് കൊടുത്തും മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകൾ, കുറ്റകൃത്യങ്ങളിലൊന്നും പെടാതെയും മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകൾ, അപ്പോൾ അവരെ നമുക്കിവിടെ ഈ രാജ്യത്തിന് ആവശ്യമില്ലേ? അമേരിക്ക മാഗ മാത്രമല്ല, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മാത്രമല്ല, മേക്ക് അമേരിക്ക ബിഗ് അഗെയിൻ. കാരണം ഇതൊരു മഹാരാജ്യമാണ്. ഈ രാജ്യത്ത് അവരെയൊക്കെ ഉൾക്കൊള്ളാനുള്ള കഴിവും പിന്നെ കപ്പാസിറ്റിയുമുണ്ട്. നേരെ മറിച്ച് ഇപ്പം പിന്നെ കേരളത്തിൽ കൂടുതൽ ബംഗാളികൾ വരുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അതിന് മാത്രം സ്ഥലവും സൗകര്യവും നമുക്കില്ല. ആപ്പാട് ഇത്തിരി പോകുന്ന ഒരു സ്ഥലമേ ഉള്ളൂ കേരളം. അപ്പോൾ അവിടെ മുഴുവൻ ബംഗാളികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് സ്ഥാനമില്ലാത്തൊരവസ്ഥ വരും. അമേരിക്കയിൽ ഇങ്ങനെ കുടിയേറ്റക്കാർ വന്നുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു ദോഷവും വരാൻ പോകുന്നില്ല, ഗുണങ്ങളെ ഉണ്ടാകാൻ പോകുന്നുള്ളൂ താനും എന്ന് കരുതി അനിയന്ത്രിതമായ കുടിയേറ്റത്തെ നമ്മൾ അംഗീകരിക്കുന്നുമില്ല. ഇപ്പോൾ H1 വിസയുടെ കാര്യത്തിൽ പോലും അതിലൊരു പോയിൻ്റുണ്ട്. കാരണം ഇവിടെയുള്ള ആളുകൾക്ക് പിന്നെ അവസരം കിട്ടുന്നില്ല, അവരുടെ അവസരം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളൊരു പോയിൻ്റുണ്ട്. അത് തീർച്ചയായിട്ടും അമേരിക്കക്കാരെന്ന നിലയിൽ അക്കാര്യം നമ്മളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് ഇവിടെ ഇപ്പം പുല്ല് വെട്ടാൻ നിൽക്കുന്ന ആളും പിന്നെ മെക്സിക്കോയിൽ നിന്ന് വന്ന ആളുകളും അവരൊക്കെ ഇല്ലെങ്കിൽ ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും? അല്ലെ പിന്നെ അഗ്രികൾച്ചറിന് വന്നിരിക്കുന്നവർ, ആപ്പിൾ പറിക്കാൻ വന്നിരിക്കുന്നവരും, അല്ലെങ്കിൽ മക്ഡൊണാൾഡ്സിൽ ജോലി ചെയ്യാൻ വന്നിരിക്കുന്നവരും. അപ്പോൾ അവരെയൊക്കെ പറഞ്ഞു വിട്ടുകൊണ്ട് എന്താണ് ഗുണം? അവിടെയാണ് അതിന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പം അനിയന്ത്രിത കുടിയേറ്റം നമുക്ക് മനസ്സിലാക്കാം, അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഗുണമുണ്ട്. അല്ലെങ്കിൽ H1 വിസയ്ക്ക് നിയന്ത്രണം വരുന്നത് ഗുണകരമാണ്. പക്ഷേ ഈ രാജ്യത്ത് സ്വതന്ത്രമായിട്ടും സ്വസ്ഥമായിട്ടും ജീവിക്കുന്ന ആളുകളെ പറഞ്ഞു വിട്ടിട്ട് എന്താണ് കാര്യം ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞു വിടുകയാണെങ്കിൽ എത്ര തലമുറ വരെ പറഞ്ഞു വിടാൻ പറ്റും? കാരണം ഇവിടെയുള്ളവരെല്ലാവരും എവിടെ നിന്നെങ്കിലും എന്നെങ്കിലും വന്നവരാണ്. പിന്നെ ഈ പറയുന്ന എല്ലാവരും, മറ്റുള്ളവരെ ഓടിക്കണമെന്ന് പറയുന്ന ആളുകൾ പോലും എവിടെ നിന്നെങ്കിലും കുടിയേറി വന്നവരാണ് അവരുടെ പൂർവികർ. ഇവിടുത്തുകാരൊന്നും അല്ല അവരും. അപ്പോൾ ആ സാഹചര്യത്തിൽ ആ ഒരു ചിന്താഗതിയിൽ ഒരു മാറ്റം ഉണ്ടാകേണ്ടതാണ്. ഇവരെയൊക്കെ ഉൾക്കൊള്ളാൻ മാത്രം വലുതാണ് അമേരിക്ക ഈസ് ബിഗ്. അപ്പോൾ മേക്ക് അമേരിക്ക ബിഗ് അഗെയിൻ, അല്ലാതെ നമ്മൾ ആ ചുരുങ്ങിപ്പോകുന്ന ഒരു ചിന്താഗതിയല്ല വേണ്ടതെന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെയാണ് പിന്നെ ഈ പൗരത്വം തട്ടിപ്പ് നടത്തി പൗരത്വം നേടിയ ഒരാൾക്കെതിരെ അന്വേഷണം. ഒരു ഇന്ത്യക്കാരൻ, അയാൾ 94 ഇവിടെ വന്ന് വേറൊരു പേരിൽ വന്നു. അന്നേരം പിന്നെ അയാളെ തിരിച്ചയക്കാനായിട്ട് കോടതി ഉത്തരവിട്ടു. പക്ഷേ എന്നിട്ട് അയാൾ പേര് മാറ്റി കള്ളപ്പേരിൽ വേറെ പേരിൽ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന. ഒടുവിൽ ഈ ഇമിഗ്രേഷൻ കടമകളെല്ലാം കടന്ന് പൗരത്വവും നേടി. പക്ഷേ പൗരത്വം നേടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഈ ഡേറ്റാബേസിൽ ഒത്തുനോക്കും പഴയകാലത്തെ വിരലടയാളങ്ങൾ. അപ്പോൾ ആ വിരലടയാളം ഒത്തുനോക്കുമ്പോൾ ഇയാൾ മുമ്പ് ഇവിടുന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. അപ്പോൾ അയാൾക്ക് ഇവിടെ കഴിയാൻ തന്നെ അവകാശമില്ല. അപ്പോൾ അയാൾക്കെതിരെ സിവിൽ നടപടികൾ, പൗരത്വം ഉണ്ടെങ്കിൽ പിന്നെ ആ പൗരത്വം റദ്ദാക്കുക ഒരു സർക്കാർ ഉത്തരവിലൂടെ പറ്റില്ല, അത് കോടതി മുഖേനയേ പറ്റൂ എന്നുള്ളൊരു മെച്ചമുണ്ട്. എങ്ങനെയായാലും തട്ടിപ്പൊക്കെ നടത്തി ഇവിടെ രക്ഷപ്പെടാമെന്ന് കരുതുന്നതും ഒരു അബദ്ധധാരണയാണ്. അത് എപ്പോഴെങ്കിലും പിടിക്കപ്പെടും എന്നുള്ളത് ഒരു വസ്തുതയുമാണ്.